മാറ്റത്തിന് വേണ്ടി യു.ഡി.എഫിന് വോട്ട് ചെയ്തവരാണല്ലോ മലയാളികൾ. ആ മാറ്റം റിഫ്ലക്റ്റ് ആയി ഒരു 100 ദിവസത്തിനിടയിൽ. തുടക്കത്തിൽ അത് നന്നായി ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ഈ 100 ദിവസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കതിൽ കുറച്ചൊരു മങ്ങലേറ്റു എന്ന തോന്നലുണ്ടായിരുന്നു. പക്ഷേ അത് പരിഹരിച്ച് വരുന്നതായിട്ടാണ് ഏറ്റവും ഇപ്പോൾ അവസാനത്തെ 90കൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ നമുക്ക് സൂചന നൽകുന്നത്. അപ്പോൾ ഇതിലെന്താ ചിലപ്പോൾ സാജ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. മന്ത്രിമാരുടെ പരിചയക്കുറവ് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിചയക്കുറവ് മാത്രമല്ല, ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം തെളിയിക്കണം, അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ടുള്ള ആക്സസിബിലിറ്റി കൂട്ടണം, അദ്ദേഹത്തിന് പ്രൊഫഷണലിസം വേണം, പുതിയ യുഗത്തോട് എങ്ങനെ സംവദിക്കാൻ പറ്റും, പുതിയ യുഗത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം സമഗ്രമായി സമന്വയിക്കുന്നവരാണ് ഇപ്പോഴത്തെ മന്ത്രിമാരെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് വ്യവസായ വകുപ്പാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് വ്യവസായ മന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹത്തിന് കേരളത്തിലെ വ്യവസായങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, വ്യവസായ നയം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു വിഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? ഇക്കാര്യത്തെക്കുറിച്ച് ഈ 100 ദിവസത്തിനിടയിൽ എവിടെയെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പം അതുപോലെയുള്ള ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് ഓരോ വകുപ്പിലുമുള്ള മന്ത്രിമാർക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ജനങ്ങൾ എന്ന നിലക്ക് നമുക്കതേക്കുറിച്ച് അറിവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ മന്ത്രിസഭ തുടങ്ങിയതിന് ശേഷം ഏറെ ആളുകൾ സംസാരിച്ചൊരു വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് പഴി കേൾക്കേണ്ടി വരികയും കൂടുതൽ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടിയും വരും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടി വന്ന മന്ത്രിയും ഷംസുദ്ദീൻ ആയിരിക്കും. അപ്പോൾ PM ശ്രീ അവിടെ നിൽക്കട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ പുതുതായി കൊണ്ടുവരുന്നു, അത് എങ്ങനെ കുട്ടികൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതേക്കുറിച്ചുള്ള വിഷൻ അവതരിപ്പിക്കണമല്ലോ. അത്തരം കാര്യങ്ങൾ എത്രത്തോളം വന്നു എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ ഓരോ വകുപ്പിലും ഇതുപോലെ തദ്ദേശ വകുപ്പിലാണെങ്കിലും വൈദ്യുതി വകുപ്പിലാണെങ്കിലും വൈദ്യുതി വകുപ്പ് എന്ന വലിയ പ്രതിസന്ധിയാണ് തുടക്കത്തിൽ നേരിട്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി നമുക്ക് കറണ്ട് പോയിട്ടില്ല. പക്ഷേ വെള്ളമില്ലാത്തത് കാരണം, വൈദ്യുതി കിട്ടാനുള്ളത് വരാതിരിക്കുന്നത് കാരണം നമുക്ക് വലിയ പ്രതിസന്ധി അനുഭവപ്പെടുകയും പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വന്നു. ഇനി ഡാമുകളിലൊക്കെ വെള്ളം വളരെ വിചാരിച്ച അത്ര ലെവലിലേക്ക് വെള്ളം എത്തിയിട്ടില്ല. അപ്പോൾ ഇനിയും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പുറത്തുനിന്നുള്ള വൈദ്യുതി കൂടുതൽ വിലക്ക് വാങ്ങിയാൽ മാത്രമേ അത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ പ്രതിസന്ധി വൈദ്യുതി വകുപ്പിലുണ്ട്. പക്ഷേ അതിന് ശാശ്വതമായ പരിഹാരം എന്താണ്? ഇത്തരം കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിഷൻ എന്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ച് ഈ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും, പ്രിയദർശിനി അടക്കം, ആശമാരുടെ ഓണറേറിയം അടക്കമുള്ള വിഷയങ്ങൾ, ഇതിലൊക്കെ എന്തായി സർക്കാർ അവരുടെ വാഗ്ദാനങ്ങൾ അവർക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി പ്രധാനമായി പറയേണ്ട ഒരു വകുപ്പ് ആരോഗ്യവകുപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ആരോഗ്യവകുപ്പ് എപ്പോഴും ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നൊരു വകുപ്പാണ്. ജനങ്ങൾ വളരെ സെൻസിറ്റീവായൊരു വകുപ്പാണ്. ആ വകുപ്പിൽ K. മുരളീധരൻ തുടക്കത്തിൽ കുറച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അതിന് വിടുവായത്തമെന്ന് വിശേഷിപ്പിക്കാം. അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഇപ്പം ഈ നിപ്പയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോളേജിനടുത്താണ് ഈ ഒരു നിപ്പ ഇത്തവണ ഉണ്ടായത്. ആ നിപ്പയെ കൈകാര്യം ചെയ്ത് തുടക്കത്തിൽ അന്ന് അവിടുത്തെ MLA ആയ റിയാസ് അതിനെതിരെ വലിയ പ്രക്ഷോഭവുമായി വരികയും അവിടുത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പോയി സമരമിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ നിപ്പയെ അദ്ദേഹം കൈകാര്യം ചെയ്ത രീതി നോക്കൂ. ആ നിപ്പ രോഗിയുടെ കാര്യം തന്നെ നോക്കൂ. ആ നിപ്പ വളരെ ക്രിട്ടിക്കലായ സ്റ്റേജിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നു, വെന്റിലേറ്റർ സഹായത്തോടെ. പക്ഷേ അദ്ദേഹം രോഗമുക്തനായി തിരിച്ചു വന്നു. മാത്രമല്ല ആ നാട്ടിൽ ഇയാൾക്ക് ശേഷം ആർക്കും നിപ്പ വന്നില്ല, ലക്ഷണം പോലും ആർക്കും കാര്യമായി വന്നില്ലെന്ന്. സാധാരണ നിപ്പ വന്നാൽ എന്താ സാധാരണ നമ്മൾ ഇതിന് മുമ്പത്തെ സർക്കാർ ചെയ്തിരുന്നത് എന്താണ്? ആ പ്രദേശം ആകെ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കും. പക്ഷേ ഇത്തവണ കണ്ടെയ്ൻമെൻറ്റ് സോൺ ഉണ്ടായില്ല. കണ്ടെയ്ൻമെൻറ്റ് സോൺ നിശ്ചയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിയാസ് വലിയ പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ അന്ന് K. മുരളീധരൻ പറഞ്ഞു ഇതിന് കൃത്യമായ പ്രോട്ടോക്കോൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ആർക്കും നിപ്പ പുതുതായിട്ട് വന്നില്ല. അപ്പം ഒരു ദൃഢനിശ്ചയം ഇങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളൊരു തോന്നൽ അതൊക്കെ ഉണ്ടാക്കാൻ K. മുരളീധരന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം K. മുരളീധരൻ്റെ വകുപ്പിൽ അദ്ദേഹത്തിന് ഇനിയും ശോഭിക്കാൻ കഴിയും എന്നുള്ള സൂചന അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പദ്ധതികളുടെ തുടർച്ച, പ്രിയദർശിനി പദ്ധതിയുടെ തുടർച്ച. പ്രിയദർശിനി പദ്ധതിയുടെ ചില പോരായ്മകൾ നമ്മൾ തുടക്കത്തിൽ തന്നെ എല്ലാവരും പറയുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, KSRTC ബസ്സിലാണല്ലോ സൗജന്യം കിട്ടുന്നത്. മലബാർ മേഖലയിൽ KSRTC ബസ്സിൽ ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം കേരളത്തിലെ സ്ത്രീകൾക്ക് മൊത്തത്തിൽ കിട്ടേണ്ട ഒരു ആനുകൂല്യം അത് എന്താകുന്നു? ഇംബാലൻസ്ഡ് ആവുന്നു. കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തുള്ള സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം കിട്ടാതാവുന്നു. അതാണ് ഈ പ്രിയദർശിനി പദ്ധതിയുടെ ഏറ്റവും വലിയൊരു ഫോൾട്ടായിട്ട് പറഞ്ഞത്. പക്ഷേ അത് പരിഹരിക്കും എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും അതിന് പരിഹാരമായി ഒന്നും ചെയ്തില്ല എന്നതാണ്. അപ്പോൾ അങ്ങനെ ഇത്തരം കുറേ വിഷയങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഈ 100 ദിനം എന്ന് പറയുന്നപ്പം സർക്കാർ 100 ദിന കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്
അധികാരത്തിലേറ്റത് മുതലുള്ള 100 ദിനമല്ല, ജൂലൈ 1 മുതലുള്ള 100 ദിനമാണ്. അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ 50 ദിവസമേ ആയിട്ടുള്ളൂ കർമ്മ പദ്ധതികൾ പൂർത്തിയാക്കാൻ. 1658 പദ്ധതികളുണ്ട്. അതിൽ 500 സംതിങ് പദ്ധതികളാണ് ഇപ്പോൾ പൂർത്തിയായി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും 50 ദിവസം കൊണ്ട് ബാക്കിയുള്ള പദ്ധതി പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ സർക്കാരിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. മന്ത്രിമാർക്ക് മാർക്കിടുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല, പക്ഷേ മന്ത്രിമാർ ഇനിയും പെർഫോം ചെയ്യാനുണ്ട്. അവർക്ക് സമഗ്രമായ ഒരു കാഴ്ചപ്പാടിലേക്കും ഒരു വിഷനിലേക്കും അവർ എത്തിപ്പെടേണ്ടതുണ്ട്. അവരുടെ വിഷൻ എന്താണ്, ഓരോ വകുപ്പിലും എന്താണ് എന്ന് അവർ വ്യക്തമായി ജനങ്ങളോട് പറയേണ്ടതുണ്ട്. യെസ്, ഏതായാലും ഈ ഒരു 100 ദിവസം പിന്നിടുന്ന സമയത്ത് ഇനി അത് മുൻ സർക്കാർ തുടർന്ന് ചെയ്തതല്ലേ, അല്ലെ അവരുടെ തുടർച്ചയല്ലേ ഞങ്ങൾ ചെയ്യുന്നത് എന്ന എക്സ്ക്യൂസ്, അതിനപ്പുറത്തേക്ക് ഭരണപരിചയക്കുറവ് എന്ന എക്സ്ക്യൂസ് ഒന്നും വിലപ്പോകുണ്ടാവില്ല. പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നത് പറയുകയും ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ വെച്ചാൽ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോഴും ജനങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തും എന്താണ് UDF സർക്കാർ ചെയ്യുന്നതെന്ന കാര്യം. ശ്രദ്ധിച്ചാൽ നല്ലതാണ് UDF സർക്കാരിന്.